ശ്രീലക്ഷ്മി രാജാറാമിനെ ഫോൺ ചെയ്യുകയാണ്. പക്ഷെ രാജാറാം കട്ട് ചെയ്യുന്നു. പിന്നീടും വിളിക്കുമ്പോഴത്തേക്ക് രാജാറാം ഫോൺ എടുക്കുകയാണ്. രാജാറാം പറയുകയാണ്, പറയൂ ശ്രീലക്ഷ്മി മാഡം. സാർ, രവി സാറിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ആണോ? എന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല മാഡം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും പൂജയ്ക്കിനി സാറിനെ പ്രതീക്ഷിക്കേണ്ട മാഡം. എന്തായാലും സാറ് വരാൻ സാധ്യത കുറവാണ്. അയ്യോ അതല്ല, സാറ് വന്ന് എന്റെ നെറ്റിയിൽ കുങ്കുമം തൊട്ടാലേ ഈ പൂജ അവസാനിക്കൂ. വിഷമിക്കേണ്ട മാഡം, പൂജ നടക്കട്ടെ. സാറ് വന്നില്ലെങ്കിലും സാറിന്റെ മനസ്സ് എപ്പോഴും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാറ് അത്രയ്ക്ക് എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്നർത്ഥം. മാഡം പോയി പൂജകൾ ചെയ്യൂ. മാഡം പ്രാർത്ഥിച്ചാലും രവി സാർ പ്രാർത്ഥിക്കും പോലെ തന്നെയാണെന്ന് കരുതിക്കോളൂ. ശരി സാർ, താങ്ക് യു എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഗായത്രിയമ്മ പറയുകയാണ്, ഞങ്ങൾ എല്ലാ വർഷവും രാജനന്ദിനിക്ക് വേണ്ടി മുടങ്ങാതെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു തവണ പോലും കാക്കകൾ വന്ന് പിണ്ടം എടുക്കാറില്ല. ഇത്തവണയെങ്കിലും കാക്കകൾ വരുമോ തിരുമേനി? അമ്മ, അകാലത്തിൽ മരിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെയാണ് മരിക്കുന്നത്. അവർക്ക് ആത്മശാന്തി ലഭിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശാന്തി കിട്ടുമ്പോഴേ അവർ പിണ്ടത്തിലെ അന്നം തേടി വരൂ. ഗായത്രിയമ്മ മനസ്സിൽ കരുതുകയാണ്, ശരിക്കും മോളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നിരിക്കും? എപ്പോഴാണ് ഇനി എന്റെ മോൾക്ക് ആത്മശാന്തി ലഭിക്കുന്നത്? രാജാറാം പറയുകയാണ്, അമ്മ വിഷമിക്കേണ്ട, ഇത്തവണ കാക്കകൾ വന്ന് പിണ്ടമെടുക്കും. ജീവിതത്തിന്റെ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന രവിയെക്കുറിച്ചോർത്ത് അതിനെക്കുറിച്ചായിരിക്കും ഓർത്ത് രാജനന്ദിനിക്ക് ആത്മശാന്തി ലഭിക്കാത്തത്. ഇപ്പോ ശ്രീലക്ഷ്മി വന്നതോടെ രവിയുടെ ഏകാഗ്ര ജീവിതം അവസാനിക്കുകയല്ലേ. അതുകൊണ്ട് ഉറപ്പായും രാജനന്ദിനിയുടെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കും. അമ്മയ്ക്ക് സമാധാനിക്കാം. പിന്നീട് കർമ്മങ്ങൾ ചെയ്യുകയാണ് രവി. തിരുമേനി പറയുകയാണ്, സാർ, ഇനി കയ്യിലുള്ളത് വെള്ളത്തിലേക്ക് ഒഴുക്കിക്കോളൂ. രവിവർമ്മൻ കൈകൊട്ടി വിളിക്കുമ്പോൾ കാക്കകൾ വരുന്നില്ല. ബാലമാമ പറയുകയാണ്, അമ്മേ, ഇത്തവണയും കാക്കകൾ വരുന്നില്ലല്ലോ, എന്തുപറ്റി? ഗായത്രിയമ്മ വിചാരിക്കുകയാണ്, എന്താ മോളെ നിനക്കിനിയും ആത്മശാന്തി ലഭിക്കാത്തത്? എന്റെ ദൈവങ്ങളെ, എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. തിരുമേനി ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, എന്നാൽ ഇനി പൂജിച്ച താലവുമായി ശ്രീകോവിലിനെ വലം വെച്ച് വന്നോളൂ. പിന്നീട് തിരുമേനി ഗായത്രിയമ്മയോട് പറയുകയാണ്, അമ്മേ, ചടങ്ങുകൾ കഴിഞ്ഞു, വളരെ നന്ദിയുണ്ട് ഇളയതേ. പിന്നീട് വിഷമിച്ച് നടക്കുന്ന രവിയോട് ഗായത്രിയമ്മ ചോദിക്കുകയാണ്, രവി, നിനക്ക് എന്തു പറ്റി? ശ്രീലക്ഷ്മിയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല എന്ന വിഷമമാണോ നിനക്ക്? അവളുടെ പൂജയ്ക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. എന്തിന് കുറ്റബോധം? ഇന്ന് രാജനന്ദിനിയുടെ ആണ്ടുബലി അല്ലായിരുന്നു എങ്കിൽ നിനക്ക് ശ്രീലക്ഷ്മിയുടെ പൂജയ്ക്ക് പങ്കെടുക്കാമായിരുന്നു. അതിനി മറക്ക്. എന്റെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ ദുർനിമിത്തങ്ങളാണ് വല്ലാതെ അലട്ടുന്നത്. അമ്മ ഇപ്പോഴും ആ ജ്യോത്സ്യം പറഞ്ഞത് ആലോചിച്ച് വിഷമിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല രവി. ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നതിന് ശേഷമല്ലേ പല നിമിത്തങ്ങളും സംഭവിച്ചത്. അതത്ര നിസ്സാരമായ കാര്യമൊന്നും അല്ല. പറഞ്ഞാൽ ശ്രീലക്ഷ്മി കാരണമാണ് ഈ നിമിത്തങ്ങളെല്ലാം ഉണ്ടായതെന്നാണോ അമ്മ വിശ്വസിക്കുന്നത്? എന്നാൽ ഞാൻ അങ്ങനെ അല്ല. ശ്രീലക്ഷ്മി കാരണമാണ് ആ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഒരു തരത്തിൽ നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. നമ്മൾ ഏത് കാഴ്ചപ്പാടിലാണോ കാര്യങ്ങൾ നോക്കി കാണുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഭയവും സന്തോഷവും സമാധാനവും. ഞാൻ ശ്രീലക്ഷ്മിയെ ജീവന തുല്യം കരുതുന്നു എന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ അവൾ വിഷമിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് സമാധാനം കിട്ടുക അമ്മേ? അമ്മ എന്താ ഒരിക്കലും അത് മാത്രം ചിന്തിക്കാത്തത്? മോനെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലെന്ന് പറയുമ്പോൾ രവി പറയുകയാണ്, അമ്മേ പ്ലീസ്, നമുക്ക് ഈ കാര്യം പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഇക്കാര്യത്തിൽ അമ്മ വിധിയെ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്റെ പ്രണയത്തെ വിശ്വസിക്കുന്നു. ഏതായാലും അവസാനം ഏതെങ്കിലും ഒന്ന് ജയിക്കുമല്ലോ. അപ്പോ നോക്കാം ഏതാണെന്ന്. തൽക്കാലം അമ്മ സമാധാനമായിട്ടിരിക്കെ. എന്നിട്ട് രാജാറാം എന്ന് വിളിച്ച് രാജാറാമിനെയും കൂട്ടി പോവുകയാണ്. അവർ പോയ ശേഷം ഗായത്രിയമ്മ പറയുകയാണ്, ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സ് മാറില്ല എന്ന് എനിക്കറിയാം രവി. ഇനി ദൈവം മാത്രമേയുള്ളൂ എനിക്കൊരു വഴി കാണിച്ചു തരാൻ. പിന്നീട് അമ്പലത്തിൽ താലവുമായി വലം വെച്ച് വരികയാണ് ശ്രീലക്ഷ്മി. തിരുമേനി പൂജ കഴിഞ്ഞ് പ്രസാദം കൊടുക്കുകയാണ് ശ്രീലക്ഷ്മിക്ക്. സരോജാമ്മ ചോദിക്കുകയാണ്, തിരുമേനി, ഇനി മോൾക്ക് ഉപവാസം അവസാനിപ്പിക്കാമല്ലോ അല്ലേ? തിരുമേനി പറയുകയാണ്, ഇനി ഈ കുങ്കുമം വരൻ കുട്ടിയുടെ നെറ്റിയിൽ ചാർത്തണം. എന്നിട്ട് വേണം നിവേദ്യം കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാൻ. സരോജാമ്മ ചോദിക്കുകയാണ്, മോളെ, സാർ ഇതുവരെ വന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും നമ്മള്? സാറ് വരും അമ്മേ. അതുവരെ ഉപവാസം ഇരിക്കാനാണ് എന്റെ തീരുമാനം. പിന്നീട് അമ്പലക്കടവിൽ നിൽക്കുന്ന രവിവർമ്മന്റെ അടുത്തേക്ക് രാജാറാം വരികയാണ്. രവി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് അമ്പലം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. നീ എന്തായി പറയുന്നത്? ബലിധർമ്മം നടത്തിയ ശേഷം ശുഭകാര്യങ്ങൾക്ക് പോകാൻ പാടുള്ളതല്ല എന്നല്ലേ പൂജാരി പറഞ്ഞത്? നീ ബിസിയായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ശ്രീലക്ഷ്മിയെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നീ ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് പോയാൽ ആകെ പ്രശ്നമാകും. അമ്മ അറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് തീർച്ചയാണ്. ഇതിന് അമ്മ അറിഞ്ഞാലല്ലേ? അമ്മയെയും മാമനെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ പിന്നീട് വന്നോളാം. ഞാൻ പിന്നെ പക്ഷേ എന്ന് പറയുമ്പോൾ രവിവർമ്മൻ പറയുകയാണ്, പോകാനല്ലേ പറഞ്ഞത്? ഞാൻ ശ്രീലക്ഷ്മിയുടെ പൂജയിൽ പങ്കെടുക്കില്ല എന്ന് അമ്മയോട് പറഞ്ഞോളൂ.
എനിക്ക് കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണം, അത്ര തന്നെ, പോ എന്ന് പറയുകയാണ് രവിവർമ്മൻ. പോകാതെ നിൽക്കുന്ന രാജാറാമിനോട് വീണ്ടും ദേഷ്യപ്പെട്ട് പോകാൻ പറയുകയാണ് രവിവർമ്മൻ. പിന്നീട് കാണിക്കുന്നത് രവിവർമ്മനെയും കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമേ, നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും രവി സാർ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം ഞങ്ങളുടെ പ്രണയം സത്യമുള്ളതാണ്. അത് പൂർണ്ണമാകാൻ ദേവി വേണം ഞങ്ങളെ അനുഗ്രഹിക്കാൻ. അന്നേരം അവിടേക്ക് രവിവർമ്മൻ എത്തുകയാണ്. ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ ശ്രീലക്ഷ്മി ആകെ സന്തോഷിക്കുകയാണ്. ഞാൻ താമസിച്ചുവല്ലേ, സോറി. എവിടെ നെറുകയിൽ തൊടേണ്ട കുങ്കുമം? ശ്രീലക്ഷ്മിയുടെ നെറുകയിൽ കുങ്കുമം തൊടുകയാണ് രവിവർമ്മൻ. പക്ഷേ തൊഴുതു തിരിഞ്ഞു നോക്കുന്ന ശ്രീലക്ഷ്മി രവിവർമ്മനെ കാണുന്നില്ല. അമ്പലത്തിന്റെ വാതുക്കലിരുന്ന് ശ്രീലക്ഷ്മി കണ്ട സ്വപ്നമായിരുന്നു അത്. പിന്നീട് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് സരോജാമ്മയും സുദർശനും എത്തുകയാണ്. പക്ഷെ അവർ വരുമ്പോൾ ഇരുന്ന് മയങ്ങുന്ന ശ്രീലക്ഷ്മിയാണ് കാണുന്നത്. ശ്രീലക്ഷ്മിയുടെ നെറ്റിയിൽ കുങ്കുമവും ഉണ്ട്. അതുകണ്ട് സന്തോഷിച്ച് സരോജാമ്മ പറയുകയാണ്, ദേ നോക്കിയേ, തിരുമേനി കൊടുത്ത കുങ്കുമം ശ്രീലക്ഷ്മിയുടെ നെറുകയിൽ പതിച്ചിട്ടുണ്ട്. മോളെ മോളെ എന്ന് തട്ടി വിളിക്കുകയാണ് ശ്രീലക്ഷ്മിയെ സരോജാമ്മ. മോളെ എഴുന്നേൽക്ക്, രവി സാർ എവിടെ പോയി? രവി സാറോ? അതെ, സാറല്ലേ വന്ന് നിന്റെ നെറുകയിൽ കുങ്കുമം ഇട്ടത്. അന്നേരം സിന്ദൂരം തൊട്ടു നോക്കുകയാണ് ശ്രീലക്ഷ്മി. ഇത് അതിശയമാണല്ലോ, ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ സ്വപ്നം കണ്ടതാണ് സാറ് വന്ന് സിന്ദൂരം തൊട്ടതായിട്ട്. പക്ഷെ ഇത് ചിലപ്പോൾ ഞാൻ തന്നെ എന്റെ നെറുകയിൽ ഇട്ടതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സരോജാമ്മ പറയുകയാണ്, ആ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. രവി സാറ് വന്നില്ലെങ്കിലും ആ കുങ്കുമം നിന്റെ നെറ്റിയിൽ പതിഞ്ഞല്ലോ, അത് മതി. ഈ മോളുവ വന്ന് ഉപവാസം അവസാനിപ്പിച്ച് ഈ ദേവി പ്രസാദം കഴിക്ക്. അവർ അമ്പലത്തിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ എത്തുകയാണ് രവിവർമ്മൻ. ദേ രവി സാർ എന്ന് പറയുകയാണ് സരോജാമ്മ. രവിവർമ്മൻ പറയുകയാണ്, സോറി, പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒരുപാട് താമസിച്ചു. സരോജാമ്മ പറയുകയാണ്, സാരമില്ല, സാറിന് തിരക്കായിരുന്നു എന്നറിയാം. ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞു സാർ. രസത്തോടെ സുരസൻ പറയുകയാണ്, അതെ അതെ, എല്ലാം കഴിഞ്ഞു, ഞങ്ങള് പോകാൻ നിൽക്കുവാണ്. സരോജം വാ, നമുക്കൊരു ഓട്ടോ കിട്ടുമോ എന്ന് നോക്കാം. മോളോട് സരോജാമ്മ പറയുകയാണ്, മോളെ നീ സാറിനോട് സംസാരിച്ചു നിൽക്കാൻ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചുകൊണ്ട് വരാം. അല്ല, അവളെന്ന് സുദർശൻ പറയുമ്പോൾ സരോജാമ്മ പറയുകയാണ്, അവൾ അവിടെ നിൽക്കട്ടെന്നേ, ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ എന്തിനാ മൂന്നാള്? നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ സുദർശനെയും കൂട്ടി പോവുകയാണ് സരോജാമ്മ. അന്നേരം ആക്സിഡന്റ് പറ്റിയ ജോത്സ്യൻ വന്ന് രവി സാറിനോട് പറയുകയാണ്, സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുകയാണ്. അന്നേരം രവിവർമ്മൻ ചോദിക്കുകയാണ്, എന്താണ്, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ സാറിനോടും ഈ കുട്ടിയോടും ചെയ്ത തെറ്റിന്റെ ഫലമാണ് എനിക്ക് കിട്ടിയ ആക്സിഡന്റ്. നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ ജാതകം തിരുത്തിയ ജോത്സ്യനാണ് സാർ ഞാൻ. അത് കേട്ട് ഞെട്ടുകയാണ് ശ്രീലക്ഷ്മിയും രവിവർമ്മനും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.